നട്ടു. നാം ഇന്ന് കളയും ഓരോ തുള്ളിയും എത്ര നാളേക്കോ, എത്ര നാളേക്കോ, ഇനി എത്ര നാളേക്കോ, നമ്മീ കാണും കാടും മേടും എത്ര നാളേക്കോ. നമുക്ക് വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ലോക പരിശീലനം ജൂൺ 5 ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു നമ്മളോടൊപ്പം ചേരാനോട് എത്തിയ അദ്ദേഹം ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ, അതേപോലെ തന്നെ നമ്മുടെ മാനേജർ, അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ. അപ്പോൾ ഇന്ന് ജൂൺ 5 എന്താണ് അതിൻ്റെ പ്രത്യേകത കാര്യങ്ങൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് പരത്തി പറയാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അതിൻ്റെ ഔദ്യോഗിക തലത്തിൽ തന്നെ നിങ്ങളെ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ബഹുമാനപ്പെട്ട സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന് അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്നതിനുമായിട്ടാണ് ഇവിടെ എത്തിച്ചത്. പോയ തലമുറ വെച്ചുപിടിപ്പിച്ചതോ ഇവിടെ നിലനിൽക്കുന്നതോ ആയിരുന്നു. ഇത് നിങ്ങൾ കുട്ടികൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഈ ഭൂമിയെ അതുപോലെ നിലനിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പരിസ്ഥിതി മലിനമായി കൊണ്ടിരിക്കുകയാണ്, താപനില കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണുവാൻ നിയന്ത്രിതമായിട്ടാണ് ഇതിൻ്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. മരത്തിന്റെ ചിത്രത്തിലൊക്കെയാണ് തോന്നുന്നത്. കണ്ടാ ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവവൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവന്റെ ഉറവിടമായ ഭൂമിയോടും ചന്ദനവും പോലെ അത്തിമരത്തിൽ പിച്ചകവള്ളി, ആനയ്ക്കു കനചക്കര, നക്ഷത്രം നോക്കാൻ ഉറിഞ്ചോട്ടിൽ പോണോ, ഒറ്റമരത്തിൽ കുരങ്ങു. ഈ വർഷത്തെ 2025 പരിസ്ഥിതി തീം പറയാനായിട്ട് 3 ബിയിൽ നിന്ന് സാമിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ 2025 തീം. മലിനീകരണം അവസാനിപ്പിക്കുക. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇപ്രാവശ്യം 7ാം ക്ലാസ്സുകാര് പഴയ ജീൻസ് പാൻറ്റുകളില്ലേ, അത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ ചട്ടിയാണ്. കുറച്ചുകൂടെ ഉണ്ട്, ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും നിങ്ങൾ അങ്ങനെ പഴയ സാധനങ്ങളോട് പാഴ്വസ്തുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കണം. പ്രകൃതി എല്ലാവരും പൊക്കി പിടിച്ചു, ഉണ്ടാക്കിയവരൊക്കെ പൊക്കി പിടിക്കാം.